السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്, നാം ഈ ലോകത്ത് വന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആഖിറത്തിലേക്കുള്ള ആദ്യ കവാടമായ ഖബർ, ആ ഖബറിൽ നമുക്കൊരു കൂട്ടുകാരൻ വേണം. വിശുദ്ധമായ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച് തന്ന ആ ഒരു കൂട്ടുകാരൻ ആരാണ്, എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. സുഹൃത്തുക്കളെ, മനുഷ്യൻ ഈ ലോകത്തേക്ക് വന്നത് നാം ആരും അറിയാതെയാണ്. നമ്മുടെ സ്വന്തം വിചാരമോ വികാരമോ അതല്ലെങ്കിൽ നമ്മുടെ ഇടപെടലുകളോ ഇല്ലാതെ ഈ ദുന്യാവിൽ വന്നു, അല്ലെ? ഒന്നും അറിയില്ലായിരുന്നു, ഒന്നും തന്നെ മനസ്സിലാക്കാനും കഴിയാത്ത വ്യക്തിക്ക് എല്ലാം കാണാനും കേൾക്കാനും അറിയാനും ഉള്ള അവസരങ്ങൾ സംജാതമാകുകയും അതെല്ലാം കേട്ട് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഈ ലോകത്ത് വിട പറയുമ്പോഴും ആരും അറിയാതെ, നീ അറിയാതെ, നിന്റെ പ്രയത്നമില്ലാതെ എത്ര വലിയ ധനാഢ്യനാണെങ്കിലും, എത്ര വലിയ അധികാരമുള്ളവനാണെങ്കിലും, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവനായാലും അവൻ അറിയാതെ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരും തന്നെ ചെയ്യും എന്നുള്ളത് തീർച്ച. അപ്പോൾ അങ്ങോട്ട് ഈ ദുന്യാവ് സംബന്ധിച്ച് ഒരു വൃക്ഷം പോലെ, നല്ല തണലേകുന്നൊരു വൃക്ഷം. ആ വൃക്ഷം വഴിയാത്രയിലൂടെ ക്ഷീണിച്ച് നടന്ന് അങ്ങേയറ്റത്തെ പ്രയാസത്തിലായി വലഞ്ഞു വരുന്നവന് വിശ്രമിക്കാനുള്ള തണലേകുന്നു. അതേസമയം ആ വൃക്ഷം വെട്ടി നശിപ്പിക്കാൻ വരുന്ന വ്യക്തിക്കും ആ മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും തണലേകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതുപോലെ ദുന്യാവിൽ ആരും എന്തും എങ്ങനെയും പ്രവർത്തിച്ചാലും ഒരാളും മരിച്ചുപോയ ഒരു വ്യക്തി വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുന്ന ഒരു സംവിധാനം ഈ ലോകത്ത് ഇല്ല. മരിച്ചുപോയ വ്യക്തികളാരും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ നമ്മൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു കൂട്ടുകാരൻ വേണം. മനുഷ്യൻ എപ്പോഴും ഒരു കൂട്ടുകാരനെ, ഒരു പരമസഹായത്തെ ആഗ്രഹിക്കുന്ന നിലയിലാണ് മനുഷ്യന്റെ ജീവിതം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ട് ചുമലിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഫഖാല കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. കുൻ ഫിദ്ദുന്യാ, ദുന്യാവിൽ നീ ആയിക്കോ, കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ ഒരു വിദേശിയെ പോലെ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിക്കോ. എന്ന് കാണാൻ മറ്റൊരു ഹദീസിൽ, നിന്റെ ശരീരത്തെ നീ കബറാളികളുടെ കൂട്ടത്തിൽ കണക്കാക്കിക്കോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നതും പല യാത്രകളൊക്കെ കച്ചവടാർത്ഥം അതുപോലെ തന്നെ ബിസിനസ്സാർത്ഥമൊക്കെ പോയി എന്തെങ്കിലും മേഖലകളിലൊക്കെ നമ്മൾ സൗദി അറേബ്യയിൽ പോകുന്നു, അതുപോലെ തന്നെ ലണ്ടനിൽ, അമേരിക്കയിൽ, അതുപോലെ മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ പോയി അവിടെ സുഖിക്കാനല്ല, അവിടെ നിന്ന് പോയിട്ട് സമ്പാദിച്ച് ഒരുവിധം ആൾക്കാരൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? അവിടെ പോയിട്ട് ഒക്കെ നല്ല സമ്പാദിച്ച് അവിടുന്ന് കിട്ടുന്നത് എന്താ വെച്ചെങ്കിൽ അവർ കഴിക്കുന്നിടത്തോളം സമ്പാദിച്ച്, എത്രത്തോളത്തോളം അവന് കഴിയോ അത്രത്തോളത്തോളം അവൻ സമ്പാദിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ച് നാട്ടിൽ വന്ന് സുന്ദരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി കഠിനാധ്വാനം ചെയ്യുന്നത്. എന്നതുപോലെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പുറത്താക്കിയെങ്കിൽ തിരിച്ചു പോകേണ്ടത് അങ്ങോട്ട്.
അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള എല്ലാ ധനവും എന്ന് പറഞ്ഞാൽ ആഴ്മാലുകൾ ഇവിടുന്ന് സംഭരിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ അവൻ പരാജയത്തിലായിരിക്കും. തന്നെയല്ല, പരാജയത്തിന്റെ പടുകുഴിയിലായിരിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ നോക്കൂ നിങ്ങൾ, വൈദാ അംസൈത ഫലാ തൻതുരി സ്വബാഹ, വൈകുന്നേരമായാൽ നീ പ്രഭാതമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. വൈദാ അസ്ബഹത ഫലാ തൻതുരി സ്വബാഹ, പ്രഭാതമായാൽ വൈകുന്നേരമാകുമെന്നും നീ പ്രതീക്ഷിക്കണ്ട. അതിൻ്റെ ഇടയിൽ ഏത് സന്ദർഭത്തും ഏത് അവസരത്തിലും നിനക്ക് ഇവിടുന്ന് വിട്ടുപിരിഞ്ഞ് പോകേണ്ടി വന്നിരിക്കും. എന്നാൽ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ എല്ലാം കണക്കാക്കിയത് തന്നെയാണ് കേട്ടോ. ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജനാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസയിലായിക്കൊണ്ട് ആ ശ്മശാനത്തിൽ പോയി അവിടെ ചെന്നിട്ട് സഹാബത്തിനെ കൂട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വടി ഊന്നിക്കൊണ്ട് പറയുന്നു, മാ മിൻ അഹദിൻ ഇല്ലാ ഖദ് കുതിബ മഖ്അദുഹു മിനൻ നാർ ഔ മിനൽ ജന്ന. മാ മിൻ അഹദിൻ, നിങ്ങളിൽ നിന്ന് ഒരുത്തനുമില്ല, ഇല്ലാ ഖദ് കുതിബ മഖ്അദുഹു മിനൻ നാർ ഔ മിനൽ ജന്ന, ഏതൊരു വ്യക്തിയും അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് രേഖപ്പെടുത്തിയിട്ടല്ലാതെ, മാ മിൻ അഹദിൻ ഇല്ലാ ഖദ് കുതിബ മഖ്അദുഹു മിനൻ നാർ ഔ മിനൽ ജന്ന. ഇതൊരു വിഷയമാണ്. ഇന്നേ പഴയ കാലം പോലെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാർ യുവാക്കളൊക്കെ ഇന്നത്തെ വിദ്യാർത്ഥികൾ തന്നെ അതുകൊണ്ട് കേട്ട് പോകുന്ന ആരും വിചാരിക്കേണ്ട, ഉടനെ വരും തിരിച്ചു ചോദ്യം എന്നതുപോലെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ചോദ്യത്തിന് മറുപടിയും കൂടി ആകുന്ന രീതിയിലായിരിക്കണം. എന്താ പറഞ്ഞാൽ നിമിത്തങ്ങൾ, മാ മിൻ അഹദിൻ ഇല്ലാ ഖദ് കുതിബ മഖ്അദുഹു മിനൻ നാർ ഔ മിനൽ ജന്ന, ഒരൊറ്റ വ്യക്തിയുമില്ല, വ്യക്തി സ്വർഗത്തിലോ നരകത്തിലോ എന്ന് എഴുതപ്പെട്ടിട്ടല്ലാതെ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ സ്വഹാബത്തെ നിങ്ങളിൽ നിന്നൊരൊറ്റ വ്യക്തിയുമില്ല. അത് പറഞ്ഞു. അപ്പോ അവിടെ സംശയം ഉണ്ടായി സഹാബത്തിന്. ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അഫലാ നത്തകിലു യാ റസൂലല്ലാഹ്, അഫലാ നത്തകിലു അലാ കിതാബിന വനദുൽ അമൽ, എന്നാൽ ഞങ്ങളെ എന്നാ പിന്നെ ഏതായാലും ഇബാദത്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞങ്ങളെ ആ രേഖപ്പെടുത്തിയ ആസ്പദമാക്കിയിട്ട് ഞങ്ങൾ നിസ്കാരം നോമ്പോ ഹജ്ജൊക്കെ ഒഴിവാക്കി വെറുതെ കുത്തറോട് അള്ള കണക്കാക്കിയ മാരല്ലേ വരുള്ളൂ. അള്ള രേഖപ്പെടുത്തി വെച്ച പോലല്ലേ വരൂ. പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ ഇൽമിൽ എല്ലാം പറഞ്ഞതാ. അള്ളാഹുവിന്റെ ഇൽമിന്റെ പവർ അലീം, ഏതൊരു ഇൽമിന്റെ മീതെയും ഒരു അറിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമുൽ ഗൈബി വശഹാദ. അള്ളാഹുവിന്റെ ഇൽമിന്റെ പവർ മനുഷ്യനും ജിന്നിനും വേറെ ഏതൊക്കെ ഉദ്ദേശിച്ച വസ്തുക്കളുണ്ടോ അതിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ എന്നാൽ ഇതേപോലെ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാനെ ആലമുൽ അർഹാമിൽ വെച്ചുകൊണ്ട്, ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് 4 മാസം പൂർത്തിയായപ്പോൾ, അങ്ങനെ വിഷയം ചുരുക്കി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വീട് ദീർഘിച്ചു പോകുന്ന വിചാരിച്ചിട്ടാ, 4 മാസമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിച്ചു. ആ മലക്ക് ഓട് പറയുന്നു, അവന്റെ റിസ്ക്, അവന്റെ ഭക്ഷണം, ഈ ദുന്യാവിൽ ചെന്ന് എത്രയോ ഒരു ഭക്ഷണം, എവിടൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എവിടൊക്കെ ആട് കൈകൊണ്ടൊക്കെ രേഖപ്പെടുത്താൻ പറഞ്ഞു. രേഖപ്പെടുത്തി. അജല്, അവന്റെ ആയുസ് ഇത്ര ടൈം ഇന്ന സ്ഥലത്ത് ഇവിടെ, അവന്റെ അമല് ഇബാദത്തുകളെ സംബന്ധിച്ചു. അതുപോലെ തന്നെ അവൻ വിജയിയോ പരാജയോ, നരകക്കാരനോ സുഖക്കാരനോ, അത് നിർണയിച്ച് ചെയ്താൽ മതി. അപ്പോ എന്തിനാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആകുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവന്റെ ഇൽമ്, അവന്റെ അറിവ്. മലായികത്ത് മനുഷ്യനെ സൃഷ്ടിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞത്, മലായികത്തുകളെ ഞാൻ ഭൂമിയിലേക്കൊരു പ്രതിനിധിയെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്.
അള്ളാഹുവെ എന്തിനാണ് ഈ രക്തച്ചൊരിച്ചിലും കുഴപ്പം വസാദിയത്തും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നീ ഇവിടെ സൃഷ്ടിക്കുന്നത്? ഒരു വിഭാഗത്തെ നീ എന്തിന് സൃഷ്ടിക്കണേ? ഇവിടെ രക്തച്ചൊരിച്ചിലും കുഴപ്പം വസാദൊക്കെ ഉണ്ടാക്കുന്ന ജിന്ന് വിഭാഗം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഇവിടെ ഉണ്ട്. കുഴപ്പവും പ്രശ്നത്തിനെ സംബന്ധിച്ച് നല്ല പരിചയന്മാർക്ക് മലായിക്കത്തിനുണ്ട്. അപ്പോൾ ആ മലായിക്കത്ത് പറഞ്ഞു പടച്ചവനോട്, അള്ളാഹുവേ ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചെല്ലുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു സദാസമയത്ത്. പിന്നെ ഈ രക്തച്ചൊരിച്ചിലും കുഴപ്പം വസാദിയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തിനെ എന്തിനാ അവിടെ സൃഷ്ടിക്കുന്നത്? അള്ളാഹ് അപ്പൊ പറഞ്ഞത് കാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തതിനെ ഞാൻ അറിയുന്നു. നിങ്ങൾ അറിയാത്ത ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നു. അതുകൊണ്ട് മലായിക്കത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ അലമുൽ അർഹാം അവിടെ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിക്കോ, ഒരു മനുഷ്യൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ, അവൻ്റെ അജരത്ര ആയുസത്ര, അവൻ്റെ മറ്റ് മേഖലകൾ മുഴുവൻ നീ രേഖപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നമ്മളൊക്കെ എഴുതി അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും ഒക്കെ രേഖപ്പെടുത്തി റഖീബ് കാറ്റിയത് അല്ലേ? രേഖപ്പെടുത്തി അള്ളാഹ്ക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ആ വിവരത്തിൻ്റെ അറിവിൻ്റെ പവർ ജിന്നും ഇൻസും അറിയണം. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബിയായ കാര്യങ്ങളും ലോഹൽ മഹ്ഫൂദൊക്കെ നോക്കി വായിക്കാനുള്ള കഴിവുകൾ, അതുപോലെ തന്നെ അറിവുകളൊക്കെ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല അതുപോലെ തന്നെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. എന്തുകൊണ്ട്? അവരുടെ അനുഭവത്തിലൂടെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് സമ്പാദിച്ച് അമലുകളും ഹജ്ജും സക്കാത്തും നോമ്പും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ സമ്പാദിച്ചുകൊണ്ട് നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾക്കൊരു കൂട്ടുകാരൻ. അപ്പോൾ നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾക്കൊരു കൂട്ടുകാരൻ വേണം അല്ലേ? മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂറത്തുൽ മുൽക്ക് ഉണ്ടല്ലോ, ഈ സൂറത്തുൽ മുൽക്ക് ഖബറിലുള്ള ശിക്ഷയെ തൊട്ട് അത് രക്ഷപ്പെടുത്തുന്നതാണ്. ഒരു കൂട്ടുകാരനായി നിന്റെ കൂടെ നിലനിൽക്കും എന്ന് ഒപ്പുണ്ടോ? എന്താ അങ്ങനത്തെ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. മുൻജിയ, രക്ഷപ്പെടുത്തുന്നത് തന്നെയല്ല, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ ചെയ്ത് നരകക്കാരാണ് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നയിക്കുന്നതാവുന്നു സൂറത്തുൽ മുൽക്ക്. എല്ലാവർക്കും അറിയാം സൂറത്തുൽ മുൽക്കിന്റെ ശ്രേഷ്ഠതയും മഹത്വത്തെ. അതിന് അന്ത്യനാളിൽ അവന് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഏക സൂറത്ത് മഹാനായ അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സുലുസുൽ ഖുർആനാണ്. ഖുർആനിന്റെ 3 ഭാഗമാണ്. 3 പ്രാവശ്യം അത് ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലം അതിനുണ്ട്. തൗഹീദാണ്, തൗഹീദ് ഉൾക്കൊള്ളുന്ന സൂറത്താണ്. ഇഖ്ലാസാണ്, ത്വയ്യിബത്തായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് ഏത് സമയത്തും ആർക്കും എവിടെയും വെച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ പറ്റുന്ന ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്. അത് താഴെ സൂറത്തുൽ ഖുർആനാണ്. പിന്നെ അന്ന തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞത് അത് തുജാദിലു അൻ സാഹിബിഹാ, അതിൻ്റെ ഉടമക്കാരന് വേണ്ടി, അത് വശത്താക്കിയ വ്യക്തിക്ക് വേണ്ടി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്നതാണ്. അത് വാദിക്കുന്നതാണെന്നർത്ഥം, തർക്കിക്കുന്നതാണ് എന്നർത്ഥം. അല്ലാഹു ആലം. അപ്പോ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ റബ്ബേ അള്ളാഹ്ക്കറിയായിട്ടാണോ? അല്ല, അള്ളാഹുവിൻ്റെ അതിർത്ത് അവൻ്റെ പ്രതിഫലം, ഇതിൻ്റെ പ്രതിഫലത്തിൻ്റെ മഹത്വം ആ മനുഷ്യനും അറിഞ്ഞിരിക്കണം. അവൻ നരകക്കാരനാണെങ്കിൽ പോലും, ആ മനുഷ്യൻ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ അത്ഭുതകരമായ ആ ഒരു അവസ്ഥ അവൻ കാണാൻ വേണ്ടി അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അനിൽ ഹസൻ, ഇതവൻ സമ്മതിക്കാൻ വേണ്ടിയാണ്. പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റിയ അള്ളാഹുവിനാ സകല സ്തുതിയുമെന്ന് അതവൻ അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അതൊക്കെ അവൻ അറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വെച്ചുകൊണ്ട്
ഈ ഒരു സൂറത്ത് നമ്മൾക്ക് അനുകൂലമായി നിൽക്കും. നരകക്കാരനാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്നൊക്കെ നമ്മൾ കാണാം. നമുക്ക് അതാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ മഹത്വമേറിയ, വളരെ ശ്രേഷ്ഠമേറിയ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ, അള്ളാഹുവിൻ്റെ അധികാരത്തെ സ്ഥിരപ്പെടുത്തുന്ന ഒരു വചനമാണ്. തബാറക്കല്ലദീ നസ്സൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. തബാറക്കല്ലദീ, അവൻ എത്രമാത്രം മഹാനാണ്, അർത്ഥപൂർണനാണ്, മഹാനാണ്, ശ്രേഷ്ഠനാണ്. തബാറക്കല്ലദീ, ഒരുത്തന്റെ മഹത്വം എത്ര ഒരാൾക്കും കണക്കാക്കാൻ കഴിയില്ല, അള്ളാഹ്ക്കല്ലാതെ കണക്കാക്കാൻ കഴിയില്ല അവന്റെ വളർമയും മഹത്വവും. മനസ്സിലായല്ലോ? മഹാനാണ്. അല്ലദീ, എങ്ങനത്തെ അല്ലാഹ് ബിയദിഹിൽ മുൽക്കു, അവന്റെ കരങ്ങളെ കൊണ്ടാണ് അധികാരം. ബിയദിഹിൽ മുൽക്കു, അധികാരം അവന്റെ കൈ കൊണ്ടാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്. ഇതാ നമ്മൾ പറയുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സകലത്ര ആധിപത്യവും അവന്റെ കൈ കൊണ്ടാണ്. അങ്ങനത്തെ റഹ്മാനായ റബ്ബ് എത്ര അർത്ഥപൂർണനാണ്, എത്ര മഹാനാണ്, എത്ര ശ്രേഷ്ഠവാനാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. നാളേക്ക് സമ്പാദിക്കണോ, നാളേക്ക് നമുക്ക് കൂട്ടുകാരൻ വേണോ, രാവിലെയും വൈകുന്നേരമല്ല, ഏത് സന്ദർഭത്തിലും ഇത് നീ മനസ്സിലാക്കിക്കോദിക്കോ. ഇതിന്റെ വ്യാഖ്യാന അർത്ഥങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ എന്താണ് നാം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നാം ദൈനംദിന ജീവിതത്തിൽ കൂടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായും ഖബറിൽ നമ്മൾക്ക് രക്ഷപ്പെടാം.